ആന ഇപ്പോഴും പരിഭ്രാന്തി പടർത്തുന്നുണ്ട്. ടൗൺ ഹാളിന് മുന്നിലെ കാറും ഓട്ടോയും തകർത്തു. സംഭവ സ്ഥലത്ത് നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഈ നിലവിലെ സാഹചര്യം എന്താണ് ലെവിൻ? എല്ലാം കൺട്രോൾഡ് ആണോ? സേതു, ആന നിൽക്കുന്ന നിലവിലെ സ്ഥലം അത് ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. തൃശ്ശൂർ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തൊട്ട് പിറകിൽ ഒരു 100 മീറ്റർ വ്യത്യാസത്തിലാണ് ആന ഇപ്പോഴുള്ളത്. ശിവലക്ഷ്മി എന്ന് പറയുന്ന ആനയാണ് തടഞ്ഞതും ഇടഞ്ഞതും മറ്റും. ഈ പ്രദേശത്ത് തൃശ്ശൂർ ടൗൺ ഹാളിന് മുന്നിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ആനയെ ഇപ്പോൾ പൂർണ്ണമായും തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആനപ്പാപ്പാന്മാരും റാപ്പിഡ് റെസ്പോൺസ് ടീമും അടക്കമുള്ള ആളുകളാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലേക്ക് ജനവാസ മേഖലയിലേക്ക് ചെറൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് ആന ഓടിയെത്തിയത്. ഈ സമയത്ത് ഈ ടൗൺ ഹാളിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന 2 വാഹനങ്ങളാണ് ആന തകർത്തത്. ഈ മേഖലയെ സംബന്ധിച്ചുകൊണ്ട് ജനവാസ മേഖലയാണ് എന്നുള്ളത് ഒരു ആശങ്കയുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ആന ഇടഞ്ഞ് ഓടി വാഹനങ്ങൾ തകർക്കുകയും മറ്റും ചെയ്തതോടുകൂടി 2 വാഹനങ്ങൾ തകർന്നതോടുകൂടി ആളുകൾ പരിഭ്രാന്തരായി. പക്ഷേ നഗരത്തിനുള്ളിൽ വെച്ച്, നഗരഹൃദയത്തിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് ഏറെ ആശങ്കയുണ്ടാക്കിയിരുന്നു. പിന്നീട് ഇടഞ്ഞോടിയ ആന ഈ ചെറൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തിയത്. ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് വിവരമറിഞ്ഞ് തൃശ്ശൂരിൻ്റെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. മേയർ നമ്മളോടൊപ്പം ചേരും. മേയർ, എന്താണ് ഈ സമയത്ത് ലഭിക്കുന്ന വിവരം? അപ്പോൾ ആന ഇടഞ്ഞു എന്നുള്ള വാർത്ത കേട്ടിട്ട് ഞാൻ വന്നതാണ്. ഇത് ഏകദേശം ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ആളുകളെല്ലാം ആശങ്കയിലാണ്, പരിഭ്രാന്തരായിട്ട് നിൽക്കുന്നു. ആനേനെ ഇനിയും തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. മേയർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതൊക്കെ സംവിധാനങ്ങളുണ്ട് ആനയെ തളയ്ക്കുന്നതിനും പറ്റും? ആനയെ തളയ്ക്കാൻ ഇപ്പോൾ സംവിധാനങ്ങൾ, പോലീസ് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ആനനെ മയക്കുവെടി എന്തെങ്കിലും എത്തിക്കാനുള്ള ആളുകളെ സജ്ജീകരണങ്ങൾ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ കളക്ടറെ വിളിക്കാൻ പോവുകയാണ്. മേയറും ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞ് സ്ഥലത്തേക്ക് എത്തിയതേ ഉള്ളൂ. ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഈ പ്രദേശത്ത് ആളുകളാകെ പരിഭ്രാന്തരായി നിൽക്കുന്നുണ്ട്, നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഏകദേശം 9 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. നിൽക്കുന്ന പ്രദേശത്താകെ ആളുകൾ ആനയെ കാണുന്നതിനും മറ്റുമായി കൂട്ടം കൂടി നിൽക്കുകയാണ്. ആന ഇടയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ സുരക്ഷാ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആളുകൾ കർശന ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട് പോലീസ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് ഇത്തരത്തിൽ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാകുന്നത്, ഈ പ്രദേശത്ത് നിൽക്കുന്നത്. ആനയെ പൂർണ്ണമായും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോ നിൽക്കുന്ന ഉദ്യോഗസ്ഥരായിട്ട് ആരൊക്കെ എത്തിയിട്ടുണ്ട്? ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമാണ്. അതോടൊപ്പം തന്നെ മേയർ നിജി ജസ്റ്റിനുണ്ട്. ചില ആനപ്പാപ്പാന്മാർ കൂടി ആനയെ നിയന്ത്രിക്കുന്നതിനും മറ്റുമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ സൗകര്യങ്ങളും മറ്റു സംവിധാനങ്ങളും അടക്കം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആന ഇടഞ്ഞ ആനയാണ്, അതിനെ തളയ്ക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ജനവാസ മേഖലയും ചുറ്റും ആൾക്കൂട്ടവും ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് എന്തെങ്കിലും ഈ ആളുകളോട് അവിടെ നിന്നും സ്ഥലത്ത് നിന്ന് മാറാനൊക്കെ പറയുന്നുണ്ടോ പോലീസ്? പോലീസും മറ്റും സംവിധാനങ്ങളും ഇവിടേക്ക് എത്തുന്നുണ്ട്. അപകടമുണ്ടാക്കിയ സ്ഥലത്ത്, അല്ലെങ്കിൽ ആന ഇടഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കിയ സ്ഥലത്ത് പാപ്പാന്മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങളും മറ്റും നടത്തുന്നത്. ആന പരിഭ്രാന്തി പരത്തുന്ന, അസ്വസ്ഥത പരത്തുന്ന ദൃശ്യങ്ങളും ശബ്ദങ്ങളുമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആന ഈ ഒരു പ്രദേശത്തെ ചേറൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിൽക്കുന്നു. ഒരു വീടിൻ്റെതായിട്ടുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഇതൊരു വീട്ടുപറമ്പാണ് സേതു. ഒരു തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത് ആനയെ നിയന്ത്രിക്കുന്നതിനായി പാപ്പാന്മാരും മറ്റും നിയന്ത്രിക്കുന്നതും മറ്റുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒരു മതിൽ ആന തകർക്കുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ജനവാസ മേഖലയിൽ തന്നെ ആന നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു നേരിയ ആശങ്കകൾക്ക് ഇടയുണ്ടാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തളയ്ക്കാനായെങ്കിലും അവിടെ നിന്നും തളച്ച സ്ഥലത്ത് നിന്നുമാണ് ആന ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ആന ഒരു വീടിൻ്റേതായിട്ടുള്ള ഒരു റൂഫും കുത്തിമറിക്കുന്നതാണ്. തളയ്ക്കുന്നതിനും മറ്റുമായി പാപ്പാന്മാർ നടത്തുന്ന ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന വീടിന് പരിസരത്ത് നിന്ന് വീടിൻ്റെ റൂഫിങ്ങുകളും മറ്റും തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്.
പാപ്പാന്മാരുടെയും റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒന്നിലധികം ആളുകളുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും ആന അടങ്ങാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പാപ്പാന്മാരും മറ്റും നിൽക്കുന്ന മേഖലയിലേക്ക് ഇളകി വരുന്നു. അത് അല്ല, ഇതിപ്പോ പുറത്തേക്ക് ഇറങ്ങിയാലും വീണ്ടും അടുത്തടുത്തടുത്ത വീടുകൾ ഉണ്ടെന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെ ചെയ്തു, അങ്ങനെ തന്നെയാണ്. ഇത് ജനവാസ മേഖലയുടെ നടുക്കാണ് ആന നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിക്കുന്ന കാര്യം. പാപ്പാന്മാരുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ ആനയെ പിടികൂടാനും മറ്റും നടത്തുന്നുണ്ടെങ്കിലും അത് അവിടെ നിന്നും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിന് തന്നെയാണ്. മയക്കുവെടി വെക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ സാഹചര്യത്തെ അടക്കം നമുക്ക് കാണേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സംവിധാനം മറ്റും നടത്തുമെന്ന് തന്നെയാണ്. ഇതിപ്പം ക്ഷേത്രോത്സവത്തിന് എത്തിച്ച ആനയല്ലേ ലെവിൻ, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും വഴിയാണോ ആന ഇടഞ്ഞത്? സേതു ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ടൗൺ ഹാളിനടുത്ത് പാർക്ക് ചെയ്യുകയായിരുന്നു. ആ പാർക്ക് ചെയ്ത ആ സ്ഥലത്ത് വെച്ചാണ്, അല്ലെങ്കിൽ ആനയെ അവിടെ തളയ്ക്കുകയായിരുന്നു. ആ തളച്ച് ചെയ്ത സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ അസ്വസ്ഥതയും പരിഭ്രാന്തിയും ഒക്കെ വളർത്തിയത്. ഇപ്പോൾ കാണാം, നമുക്ക് ആന തച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ പരാക്രമം നടത്തുന്നതിനിടയിൽ ആനയ്ക്ക് മുറിവേറ്റതായിട്ടുള്ള കാര്യങ്ങളും മറ്റും നമുക്ക് കാണാനാകും. ഏതായാലും ജനവാസ മേഖലയിലേക്കാണ് നാശനഷ്ടങ്ങളും മറ്റും ഉണ്ടാക്കുന്ന. മതിൽ പൊളിച്ച് ആന ആ മറ്റു പ്രദേശത്തേക്ക് മാറുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്ല, അവിടെ ഈ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു മൈക്ക് അനൗൺസ്മെന്റിനുള്ള പരിപാടി എന്തെങ്കിലും നോക്കുന്നുണ്ടോ ഇപ്പം പോലീസ് ഒക്കെ? കാരണം ആന ഇപ്പോഴും അത് അടങ്ങിയിട്ടില്ല. ആ വീടിന്റെ തന്നെ പല ഭാഗങ്ങളിലൊക്കെ കുത്തി പൊളിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചുറ്റും ആളും ഉണ്ട്. ചേട്ടാ, സേതു, ഇവിടെ നിൽക്കുന്ന ആളുകളോടൊരു റിക്വസ്റ്റ് കൊടുക്കുക. ചേട്ടാ, ഫ്ലാഷ് അടിക്കരുത് കേട്ടോ, ആനയ്ക്ക് ഫ്ലാഷ് അടിക്കരുത്. സേതു, ആനയുടെ ദൃശ്യങ്ങളാണ്. ചേട്ടാ, മൊബൈലും ഫ്ലാഷ് അടിക്കരുത്. സേതു, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആന അസ്വസ്ഥത പ്രകടിപ്പിച്ച് ഇവിടെ നിൽക്കുന്നു. ആ ദൃശ്യങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തൃശ്ശൂർ ടൗൺ ഹാളിന് മുന്നിൽ നിന്നുമാണ് ആന. ഇതിപ്പോ ഈ പാപ്പാന്മാർക്ക് എങ്ങനെയെങ്കിലും ഈ ആനയുടെ അടുത്തെത്താനോ അതിനെ ഒന്ന് മെരിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? സേതു, പാപ്പാന്മാർക്ക് അതിൻ്റെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ആന എത്തി ചേറൂർ മേഖല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓടി എത്തിയതാണ്. പക്ഷെ അവിടെ ആനയെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്.